ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. സൂറത്തു ശുആറ 99 മുതൽ 108 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കാം. വമാ അദല്ലനാ ഇല്ലൽ മുജ്രിമൂൻ. ഇവിടെ ആവർത്തിച്ചു വരുന്ന രണ്ട് ദീർഘങ്ങൾ വമാ എന്നതിലെയും അദല്ലനാ എന്നതിലെയും ദീർഘം, ഈ രണ്ട് അലിഫിൻ്റെ ദീർഘവും മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടവയാണ്. അവിടെ ദീർഘാക്ഷരമായ അലിഫ് ഒരു പദത്തിൻ്റെ അന്ത്യത്തിലും ഹംസ അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലും വന്നതാണ് ഇവിടെ ഇങ്ങനെ ദീർഘം വരാനുള്ള കാരണം. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. അദല്ലന എന്ന് പറയുമ്പോൾ ദ്വാദ് ഇസ്തിഅലാഇൻ്റെ തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട 7 അക്ഷരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. കൃത്യമായ അതിൻ്റെ മഖ്റജിൽ നിന്ന് ദ്വാദിനെ ഉച്ചരിക്കുക. നാവിൻ്റെ ഒരു വശം സൈഡ് നീളത്തിലും മേലെ അണപ്പല്ല് ചേർത്തുകൊണ്ടുമാണ് അക്ഷരം ഉച്ചരിക്കുക. വമാ അദല്ലനാ ഇല്ലൽ മുജ്രിമൂൻ. അൽ മുജ്രിമൂൻ എന്ന പദത്തിൽ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കേണ്ടതാണ്. ഫമാ ലനാ മിൻ ശാഫിഈൻ. ഇതിൽ മിൻ ശാഫിഈൻ എന്നതിലെ സാക്കിനത്തായ നൂനിന് ശേഷം ഇഖ്ഫാൻ്റെ ഹർഫായ ഷീൻ വന്നതുകൊണ്ട് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കേണ്ടതാണ്. മണിക്കലിൽ തർക്കീഖാണ് നൽകുക, നേർപ്പിച്ചുകൊണ്ടുള്ള മണിക്കൽ ഗുന്ന മുറഖഖ. മിൻ ശാഫിഈൻ എന്ന് ഉച്ചരിക്കണം. വലാ സദീഖിൻ ഹമീം. ഇവിടെ സ്വാദിനെ പൂർണ്ണമായും തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കുക. ഇസ്തിഅലാഇൻ്റെ 7 ഹർഫുകളിൽ ഒന്നാണ് സ്വാദ്. സ്വാ എന്ന തടിപ്പിച്ച ശബ്ദം. വലാ സദീഖിൻ. ഖാഫിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം അതിനും നൽകുക. ഖാഫിൻ്റെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ശേഷം ഹ വന്നതുകൊണ്ട് വലാ സദീഖിൻ ഹമീം. ഫലൗ അന്ന ലനാ കറഹ. അന്ന ഷദ്ദുള്ള നൂനിനെ മണിക്കണം. നൂൻ മുഷദ്ദദ. കറതൻ ഫനകൂന. അവിടെ റാഇന് തഫ്ഖീം കൊടുക്കണം. കറ എന്ന തടിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദം. തൻവീനും ശേഷം ഫാവും ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ച് തൻവീനിനെ ഉച്ചരിക്കണം. കറതൻ ഫനകൂന. ആ മണിക്കലിൽ തർക്കീഖാണ്. ഗുന്ന മുറഖഖ. ഫനകൂന മിനൽ മുഅ്മിനീൻ. അൽ മുഅ്മിനീൻ ഹംസ കടുപ്പത്തോടെ ഉച്ചരിക്കണം. ഷിദ്ദ എന്ന സ്വഭാവം ഹംസക്കുള്ളതാണ്. മൂമിനീൻ എന്നായി പറയുന്നത്. മിനൽ മുഅ്മിനീൻ. ഇന്ന ഫീ ദാലിക ലആയ. അവിടെ ലആയതൻ എന്ന സില, അതായത് താഉത്തനീസ്. സില അല്ല, താഉത്തനീസ്. താഉത്തനീസിൽ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഹ ആക്കിക്കൊണ്ടാണ് വഖഫ് ചെയ്യുക. സുക്കൂനുള്ള ഹ ആക്കി ലആയ എന്ന് വഖഫ് ചെയ്യണം. ചേർത്ത് ഓതുമ്പോൾ ലആയതൻ വമാ കാന എന്ന് ഇദ്ഗാം ബി ഗുന്ന ചെയ്യേണ്ടതാണ്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ. അക്സറു എന്നതിലെ റായിനെ തടിപ്പിക്കണം. സാക്കിൻത മീമും ശേഷം മീമും. അക്സറുഹും എന്ന സുക്കൂനുള്ള മീം, മുഅ്മിനീൻ എന്നതിലെ ഹറക്കത്തുള്ള മീം, ഇവ രണ്ടിനെയും ഇദ്ഗാം ചെയ്ത് ഷദ്ദുള്ള മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം
മിസ്ലൈനി, സഗീർ, മുതമാസിലൈനി എന്നൊക്കെ പറയാം. അക്സറുഹും മുഅ്മിനീൻ. വീണ്ടും മുഅ്മിനീൻ എന്ന പദം വരികയാണ്. ഹംസ ശ്രദ്ധിക്കുക. വഇന്ന റബ്ബക, റാഹിനെ തടിപ്പിക്കുക, നൂനിന് ഷദ്ദുള്ള നൂനിനെ മണിക്കുക. ലഹുവൽ അസീസുർ റഹീം, ഐന് സ, ഇതൊക്കെ നല്ല ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കണം. അർ റഹീം, റാഹിനെ തടിപ്പിക്കണം. അവിടെ ഷദ്ദുള്ള റാ ആയതുകൊണ്ട് വിറയൽ വരാതെ അർ എന്ന് വിറപ്പിക്കാതെ ശ്രദ്ധിക്കണം. അർ റഹീം, ലഹുവൽ അസീസുർ റഹീം. ഹായിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. എല്ലാ ഹാർഫും കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കേണ്ടതാണ്. കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. കദ്ദബത്, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ദസ്സ പോലെ കസ്സബത്ത് എന്നായി പോയത്. കാഫ്, താ ഇതൊക്കെ മഹ്മൂസും ഷദീദുമായ ഹർഫുകളാണ്. കദ്ദബത്, കദ്ദബത്. താൻ്റെ സുക്കൂൻ ശ്രദ്ധിക്കുക. ത് എന്ന ശബ്ദം ചലിക്കുകയോ എന്നാൽ തീരെ കേൾക്കാതെ കദ്ദബത് എന്ന് മാത്രം പറയുകയോ ചെയ്യരുത്. കദ്ദബത് ഖൗമു, ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. നൂഹിൻ, ആ തൻവീനിനെ അൽ മുർസലീൻ എന്നതിലെ സാക്കിനത്തായ ലാം ഉച്ചരിക്കുന്ന കാരണത്താൽ, തൻവീൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിൻ്റെ ഉച്ചാരണമാണ്, സുക്കൂനാണ്, ഉച്ചാരണത്തിൽ സുക്കൂനാണ്. അപ്പം ഇങ്ങനെ നൂഹിൻ എന്ന സുക്കൂനും അൽ എന്ന ലാമിൻ്റെ സുക്കൂനും, രണ്ട് സുക്കൂനുകൾ ചേർന്ന് വരികയാണ്. അപ്പം അതിനുള്ള പരിഹാരമായി തഹ്രീക്ക്, ഹറക്ക എന്ന പരിഹാരം, ഹറക്കത്ത് നൽകി അതിനെ പരിഹരിക്കുകയാണ്. ഇൽത്തിഖാഉ സാക്കിനൈൻ, രണ്ട് സുക്കൂനുകൾ ചേർന്ന് വന്നതിനെ പരിഹരിക്കുന്നു. അവിടെ നൂഹിനിൽ മുർസലീൻ, നൂഹിൻ എന്ന് നാം ഉച്ചരിക്കുന്ന സുക്കൂനുള്ള നൂനിന് കസ്ർ കൊടുക്കുക. നൂഹിൻ, ആ നൂനിനെ നൂഹിനി എന്ന് കസ്റുള്ള നൂനാക്കി മാറ്റി നൂഹിനിൽ മുർസലീൻ എന്ന് ഉച്ചരിക്കണം. റായിന് തഫ്ഖീം കൊടുക്കുക. അൽ മുർസലീൻ. ഇദ് ഖാല ലഹും, ദാലിനെ കുറിച്ച് പറഞ്ഞു. ഇദ് റഖാവുള്ള അക്ഷരം കൂടിയാണ്, ശബ്ദത്തിന് ഒഴുക്കാണ്. ഈദ് എന്ന് പറയുമ്പോൾ ഈദ് ഖാല, ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ലഹും അഖൂഹും നൂഹുൻ, ആവർത്തിച്ച് സാക്കിനത്തായ മീമുകൾ വരുന്നു. ഇൽഹാർ ഷഫവി നൽകി മീമിനെ, ഈ രണ്ട് മീമിനെയും മണിക്കാതെ വെളിവാക്കണം. ലഹും അഖൂഹും, ഖാഇന് നിസ്ബിയായ തഫ്ഖീം കൊടുക്കണം. മൂന്നാമത്തെ ലെവലിലുള്ള തഫ്ഖീമാണ്. ഖാഇന് ളമ്മാണ്. അഖൂ, ഖൂ എന്ന തടിപ്പിച്ചുള്ള ശബ്ദം. അഖൂഹും നൂഹുൻ അലാ തത്തഖൂൻ. നൂഹുൻ എന്ന് പറയുമ്പോൾ തൻവീനും ശേഷം ഹംസയുമാണ്. തൻവീനും ശേഷം ഹംസയും. ഇൽഹാർ ഹൽക്കി നൽകി തൻവീനിനെ മണിക്കാതെ വെളിവാക്കണം. ഹ വ്യക്തമാക്കി ഉച്ചരിക്കണം, സൂചിപ്പിച്ചതാണ്. തത്തഖൂൻ എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീമാണ് എന്നത് ശ്രദ്ധിക്കുക. അലാ തത്തഖൂൻ. ഇന്നി ലക്കും, ഷദ്ദുള്ള നൂനിനെ മണിക്കണം. ഇന്നി ലക്കും, സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ഇന്നി ലക്കും റസൂലുൻ. റസൂലുൻ, റായിനെ തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. റസൂലുൻ അമീൻ. ഇന്നി ലക്കും റസൂലുൻ, റാ എന്നുള്ള തടിപ്പിച്ച് ശബ്ദം കൊടുക്കണം, ശരിക്കും ശ്രദ്ധിക്കുക. റസൂലുൻ അമീൻ, തൻവീനും ശേഷം ഹംസയുമാണ്. ഇൽഹാർ ഹൽക്കി നൽകി തൻവീനിനെ വെളിവാക്കുക, മണിക്കാതെ ഉച്ചരിക്കുക. ഫത്തഖുല്ലാഹ വഅതീഊൻ. ഈ വചനത്തിൽ ഖാഫ്, ത്വാ ഇവയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ. പ്രത്യേകിച്ച് ഖാഫിന് നിസ്ബിയായ മൂന്നാമത്തെ ലെവലുള്ള തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഖാഫിനെ ഉച്ചരിക്കുക. അല്ലാഹ എന്ന ഇസ്മുൽ ജലാല, അതിലുള്ള ലാമിനെയും തഫ്ഖീം ചെയ്യണം. ലാമിന് മുമ്പ് ഉച്ചരിക്കുന്ന ളമ്മാണ് എന്നതുകൊണ്ട് ലാമിന് തഫ്ഖീമാണ്. ഫത്തഖുല്ലാ, അല്ലാഹ് എന്ന ശബ്ദം ഒരു കാരണവശാലും അല്ലാഹ് എന്ന് നാവ് പുറത്തേക്കിട്ട് മുൻപല്ല്
ടച്ച് ചെയ്തുകൊണ്ട് ലാമിനെ ഉച്ചരിക്കരുത്. നാവ് അല്ലാ എന്ന് പറയരുത്, അല്ലാ എന്നല്ല, അല്ലാ ഉള്ളെന്ന് പറയണം. ഫത്തഖുല്ലാഹ എന്ന് ലാമ് പറയുന്ന ലാമ് തന്നെ, ലാമിൽ യാതൊരു വ്യത്യാസമില്ല. പക്ഷേ ഫത്തഖുല്ലാഹ എന്ന് തർക്കീഖിന് പകരം ഫത്തഖുല്ലാഹ എന്ന് തഫ്ഖീമാണ്, തടിപ്പിക്കണം എന്നർത്ഥം. ഫത്തഖുല്ലാഹ വഅതീഊൻ, താഇന് കസ്റ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് വരിക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وما أضلنا إلا المجرمون فما لنا من شافعين ولا صديق حميم فلو أن لنا كرة فنكون من المؤمنين إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. كذبت قوم نوح المرسلين إذ قال لهم أخوهم نوح ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون. കഴിഞ്ഞ വചനങ്ങളിൽ അവിശ്വാസികളായ ആളുകൾ, നരകാവകാശികളായ ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ശേഷം അള്ളാഹു പറയുകയാണ്, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ പറയും, വമാ അദല്ലന, ഞങ്ങളെ പിഴപ്പിച്ചിട്ടില്ല, ദലാലത്തിലാക്കിയിട്ടില്ല, ഇല്ലൽ മുജ്രിമൂൻ, ആ കുറ്റവാളികളല്ലാതെ. അപ്പോൾ അവർ ആരെയായിരുന്നോ പിൻപറ്റിയിരുന്നത്, ആ നേതാക്കന്മാരെയും അവരെ പിഴപ്പിച്ച ആളുകളെയൊക്കെയും തള്ളിപ്പറയുന്ന അവസ്ഥയാണ്. മറ്റു പല സ്ഥലങ്ങളിലും പല വചനങ്ങളിലൂടെയായും അള്ളാഹു ഈ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഇവിടെ അതിലേക്കുള്ള സൂചനയാണ് അള്ളാഹു നൽകുന്നത്. ഫമാലന മീ ഷാഫിഈൻ, ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യാൻ, ശുപാർശ പറയുവാൻ ഒരാളും തന്നെ ഇല്ല ഇവിടെ. ഇപ്പോൾ ഞങ്ങൾക്കില്ല മിൻ ഷാഫിഈന, ഷാഫിഈങ്ങളിൽ, അതായത് ശുപാർശകരായിട്ടുള്ളവരിൽ ആരും തന്നെ ഇല്ല. വലാ സ്വദീഖിൻ ഹമീം, ഞങ്ങൾക്ക് സ്വദീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, ചങ്ങാതി. ഹമീം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ആത്മമിത്രം എന്നൊക്കെ, അത്രക്കടുത്ത ഉറ്റ ചങ്ങാതി, അതും ഞങ്ങൾക്കിവിടെ ഇല്ല. പലയിടത്തും അള്ളാഹു കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. യുബസ്വറൂന യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമീദിൻ ബിബനീഹി. മുജ്രിം, ഒരു കുറ്റവാളി, നരകാവകാശിയായ ഒരു വ്യക്തി ആഗ്രഹിച്ചു പോവുകയാണ് തൻ്റെ മക്കളെ മുഴുവനും തനിക്ക് മോചനദ്രവ്യമായി നൽകിയായോ എന്നാഗ്രഹിച്ചു പോകുന്ന രംഗം. ബിബനീഹി വസാഹിബതിഹി വഅഖീഹി, തൻ്റെ സഹധർമ്മിണിയെയും തൻ്റെ സഹോദരനെയും എല്ലാവരെയും തനിക്ക് പകരം എടുത്തുകൊള്ളൂ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു പോകുന്ന രംഗം. ആ കാര്യം തന്നെയാണ് ഇവിടെയും അള്ളാഹു സൂചിപ്പിക്കുന്നത്. വീണ്ടും അവർ പറയുകയാണ്, ഫലൗ അന്ന ലനാ കർറതൻ, ഞങ്ങൾക്കൊരു മടക്കമുണ്ടാവുകയായിരുന്നുവെങ്കിൽ. കർറ എന്ന് പറഞ്ഞാൽ ഒരു മടക്കം. ഫനകൂന മിനൽ മുഅ്മിനീൻ, അങ്ങനെ ഞങ്ങൾ വിശ്വാസികളായി തീരുകയും ചെയ്യുവാൻ വേണ്ടി ദുനിയാവിലേക്ക് ഒരു റജഅത്ത്, ഒരു മടക്കം ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്ന് വിശ്വാസികളിൽ അകപ്പെടാൻ കഴിയുമായിരുന്നല്ലോ. ഫനകൂന മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നല്ലോ എന്നവർ അവിടെ വെച്ച് ആവലാതിപ്പെടുന്നു.
അല്ലേ, അഖിർന ഇലാ അജലിൻ ഖരീബിൻ നുജീബ് ദഅവതക് എന്നൊക്കെ പറയുന്നു. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അള്ളാഹു അതിന് മറുപടി പറയുന്നു. സൂറത്തുൽ മുനാഫിഖൂൻ്റെ അവസാനത്തിലൊക്കെ നമുക്ക് കാണാം. ചുരുക്കി പറയാം, അവർ അവിടെ വെച്ച് വേവലാതിപ്പെടുകയാണ്, നരകത്തിൽ വെച്ചുകൊണ്ട്. നമുക്കറിയാം ഈ സൂറത്തു ഷുആറയിൽ ഓരോ ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിച്ച കാര്യമാണ് നമ്മൾ മുമ്പ്. എന്ത്? ഇന്ന ഫീ ദാലിക ലആയ, ഈ രണ്ട് വചനങ്ങൾ പറയുക. അള്ളാഹു ആ ഒരു ശൈലിയിലാണ് ഈ സൂറത്ത് നമുക്ക് വിവരിച്ചിരുന്നത്. ഈ സൂറത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ന ഫീ ദാലിക ലആയ, നിശ്ചയമായും അതിൽ ഒരു ദൃഷ്ടാന്തം തന്നെയുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ അധിക പേരും തന്നെ വിശ്വാസികളല്ല. വഇന്ന റബ്ബക, തീർച്ചയായും താങ്കളുടെ നാഥൻ, താങ്കളുടെ റബ്ബ്, നിശ്ചയമായും താങ്കളുടെ റബ്ബ് ലഹുവൽ അസീസുർ റഹീം, അവൻ അങ്ങേറ്റം പ്രതാപശാലിയും കാരുണ്യവാനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക എന്നത്. അപ്പോൾ ഇവിടെ ആ ഭാഗം അവസാനിപ്പിച്ചു. ഇനി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കും. നമ്മൾ കഴിഞ്ഞ വചനങ്ങളിൽ പ്രവാചകന്മാരുടെ ചരിത്രമായി സൂചിപ്പിച്ചത് അല്ലെങ്കിൽ പഠിച്ചത് മനസ്സിലാക്കിയത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഫിറഔൻ്റെയും ഭാഗങ്ങൾ കുറേ വിശദീകരിച്ചു കഴിഞ്ഞു. ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം സൂചിപ്പിക്കുകയുണ്ടായി ഏതാനും വചനങ്ങളിലൂടെ. ഇനി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ, നൂഹിൻ്റെ ജനത മുർസലീങ്ങളെ കളവാക്കുകയുണ്ടായി. നൂഹിൻ്റെ ജനത മുർസലീങ്ങളെ കളവാക്കുകയുണ്ടായി. ഇവിടെ നമുക്കറിയാം, ആദ്യത്തെ റസൂലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. റിസാലത്ത് നൽകപ്പെട്ട ആദ്യത്തെ പ്രവാചകൻ, ദൂതൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ ആ നൂഹ് നബി അവർക്കിടയിൽ 950 വർഷം ജീവിക്കുകയുണ്ടായി, പ്രബോധനം നടത്തുകയുണ്ടായി. ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ, സൂറത്തുൽ അൻകബൂത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദ്യത്തെ റസൂലായ നൂഹ് നബിയുടെ ജനത അൽ മുർസലീൻ, മുർസലീങ്ങളെ കളവാക്കി എന്ന ബഹുവചന രൂപത്തിൽ അള്ളാഹു ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? സൂറത്ത് അൽ ഫുർഖാൻ 37 അള്ളാഹു പറയുന്നുണ്ട്, വഖൗമ നൂഹിൻ ലമ്മാ കദ്ദബുർ റുസുല, ബഹുവചന രൂപത്തിൽ അവിടെയും പറഞ്ഞത്. നൂഹിൻ്റെ ജനതയെയും നിങ്ങൾ ഓർക്കണം, അവർ റസൂലുമാരെ കളവാക്കിയവർ. ഇവിടെ റസൂലായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം അവരെ തൗഹീദിലേക്ക് പ്രബോധനം ചെയ്തപ്പോൾ, പരലോകത്തെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിച്ചപ്പോൾ അവർ അത് സ്വീകരിക്കാതെ കളവാക്കുകയാണ്, തള്ളിപ്പറയുകയാണ്. ആ കളവാക്കൽ യഥാർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരെയും ദൂതന്മാരെയും മുർസലീങ്ങളെയും കളവാക്കലാണ്, അതിന് തുല്യമാണ്. ഇതാണ് മുഫസ്സിരിങ്ങൾ വിശദീകരിച്ചത്. എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളിലും പ്രത്യേകിച്ച് ഇമാം ഖുർത്തുബിയൊക്കെ ഈ വിഷയകമായി കുറേ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അപ്പോൾ അവർ മുർസലീങ്ങളെ, റസൂലുമാരെ മൊത്തത്തിൽ കളവാക്കുകയുണ്ടായി. മുർസലീങ്ങൾ ശേഷം വരുന്നവരാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമാണ് വീണ്ടും മുർസലീങ്ങൾ, റസൂലുമാർ വരുന്നത്. പക്ഷേ അവരെ എല്ലാവരെയും കളവാക്കിയതിന് തുല്യമാണ്. കാരണം എല്ലാവരും പറഞ്ഞത് തൗഹീദാണ്, എല്ലാവരും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചത് പരലോകത്തെക്കുറിച്ചാണ് എന്നതുകൊണ്ട് തന്നെ അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇദ് ഖാല ലഹും അഖൂഹും നൂഹുൻ, അവരുടെ സഹോദരൻ നൂഹ് അവരോട് പറഞ്ഞ സന്ദർഭം. ഈ പ്രയോഗവും നമുക്ക് എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രത്തിലും ഖുർആനിൽ കാണാം. അഖൂഹും, അവരുടെ സഹോദരൻ എന്ന പ്രയോഗം. അവരുടെ സഹോദരൻ അവരോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്നില്ലേ, തഖ്വ ഉള്ളവരാകുന്നില്ലേ, അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന്. ഇന്നി ലക്കും റസൂലുൻ അമീനുൻ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു. ഫത്തഖുല്ലാഹ വഅതിഊനി, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ, എന്നെ അനുസരിക്കുവീൻ. അതിഊനി എന്ന യാഉൽ മുതകല്ലിം അവിടെ മഹ്ദൂഫത്താണ്, അതിഊൻ എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ഉപദേശിക്കുകയുണ്ടായി.